ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീട് എപ്പോഴും പോസിറ്റീവായിരിക്കാനും മഹാലക്ഷ്മിയുടെ വാസത്തിന് വേണ്ടിയിട്ടും, അതായത് മഹാലക്ഷ്മി അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയുന്നത്. അതായത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇന്നിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോയിലുള്ളത് വെള്ളിയാഴ്ച ദിവസത്തെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വീടിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ആ ഒരു വീട്ടിലെ വീട്ടമ്മയാണ് അല്ലേ. അപ്പോൾ ആ വീട്ടമ്മയാണ് നമ്മുടെ വീടിന് ഐശ്വര്യം കൊണ്ടുവരേണ്ടതും ആ ഒരു വീടിൻ്റെ അപ്പോൾ ആ ഒരു വീട്ടമ്മ അനുഷ്ഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേൽക്കുക, എന്നിട്ട് നമ്മുടെ പൂജാമുറി ഉള്ളവരാണെങ്കിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് വയ്ക്കുക, പ്രാർത്ഥിക്കുക. അപ്പം തന്നെ നമുക്ക് നമ്മുടെ വീടിനൊരു ഐശ്വര്യവും നമുക്കൊരു പോസിറ്റീവ് ഫീലുമാണ് കിട്ടുന്നത്. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ വിളക്ക് വയ്ക്കുകയാണെങ്കിൽ 33 ദേവതകളുടെ അനുഗ്രഹം നമുക്ക് കിട്ടും. ആ ഒരു സമയത്ത് എഴുന്നേൽക്കുക, വിളക്ക് വെച്ച് കുറച്ച് നേരം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുക കേട്ടോ. അപ്പോൾ ഞാനും ഇതുപോലെ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വയ്ക്കുന്ന ആളൊന്നും ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ 48 ദിവസം നമ്മൾ ബ്രഹ്മമുഹൂർത്തം വിളക്ക് വെച്ചതിന് ശേഷം നല്ലൊരു മാറ്റമാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമ്മൾ അങ്ങനെ വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും, നമുക്കത് ശീലമായി മാറും. അപ്പോൾ നമുക്ക് തന്നെ എഴുന്നേൽക്കും കേട്ടോ. പിന്നെ നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വിളക്ക് വയ്ക്കുക. അപ്പോൾ 6 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു സമയത്ത് എഴുന്നേറ്റ് വിളക്ക് വെച്ചാലും മതി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം രാവിലെ തന്നെ അടിച്ച് തുടച്ച് വൃത്തിയാക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതായത് രാവിലത്തെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവരാണെങ്കിൽ അവരേനൊക്കെ പറഞ്ഞയക്കുക, ഹസ്ബൻഡിന് ജോലിക്കൊക്കെ പറഞ്ഞയക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടിച്ച് തുളച്ച് വൃത്തിയാക്കുക കേട്ടോ. കാരണം കുറച്ച് നല്ലപോലെ വൃത്തിയാക്കേണ്ട കാര്യങ്ങളാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. അപ്പോൾ ഡെയിലി തുടയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി തുടയ്ക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒന്നരാടമൊക്കെ നമ്മുടെ വീട് തുടച്ച് വൃത്തിയാക്കുക. അല്ലെങ്കിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മൾ വീടൊക്കെ ഒന്ന് നല്ലപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ചൊവ്വ വെള്ളി ദിവസമാണ് ഹിന്ദുസിനൊക്കെയാണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ ദിവസം. അപ്പോൾ ആ ഒരു ദിവസമൊക്കെ നമ്മൾ വീടൊക്കെ പരിസരമൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയാൽ തന്നെ നമ്മുടെ വീട്ടിലെ ഒരു ഐശ്വര്യവും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ 2025 ഉദയഭാരതം കലണ്ടറാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഹിന്ദുസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏകാദശികളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ബ്രഹ്മമുഹൂർത്ത നേരവും ഒക്കെ ഈ ഒരു കലണ്ടറിൽ ഉണ്ട് കേട്ടോ. ഇതിന് 60 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ നമ്മുടെ പുതിയ ഒരു കലണ്ടർ മാറ്റി കൊളുത്തിയിട്ടുണ്ട് അവിടെ. അതിനുശേഷം നമ്മളെന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ വശം തന്നെ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇടുക. അത് നമ്മൾ പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഇതുപോലെ അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു അടുപ്പിൻ്റെ ഭാഗമൊക്കെ പൊടിയൊക്കെ ഉണ്ടാവും. അത് നമ്മൾ നല്ലപോലെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കുക. കാരണം അടുക്കളയിലാണ് മഹാലക്ഷ്മി വസിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നല്ലപോലെ വൃത്തിയാക്കിയിട്ടാൽ മാത്രമാണ് നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമ്മൾ നല്ലപോലെ എന്നും അടിച്ച് വൃത്തിയാക്കേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു അടുക്കളയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട് തുടയ്ക്കുമ്പോൾ ആ തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു പിടി കല്ലുപ്പും കൂടി ചേർത്ത് അതൊന്ന് ലയിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വെള്ളം കൊണ്ട് മുക്കും മൂലയൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജികളൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നീട് നമ്മൾ മെയിൻ ഡോറ് നല്ലപോലെ തുടച്ചെടുക്കണം. അപ്പോൾ സാധാരണ എന്നും തുടയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും ജനലും വാതിലൊന്നും തുടയ്ക്കാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ഡോറ് നല്ലപോലെ തുടച്ചെടുക്കുക. അതായത് മെയിൻ ഡോറിലാണ് നമ്മുടെ ലക്ഷ്മി വാസമുള്ളത് എന്നാണ് പറയാറുള്ളത്. ആ മെയിൻ ഡോറ് വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം കടന്നു വരിക, ലക്ഷ്മി ദേവി കടന്നു വരിക. അപ്പോൾ ഒരു മെയിൻ ഡോറ് കട്ടളപ്പടിയും ഒക്കെ നല്ലപോലെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി ഇടുക. അത് മെയിനായിട്ടുള്ള ഭാഗത്ത് ജനലും വാതിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടയ്ക്കുക. അപ്പോൾ ആ ഒരു തുടയ്ക്കുന്ന വെള്ളത്തിൽ നമ്മൾ കുറച്ച് പനിനീരും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പനിനീരാണെങ്കിൽ അതിനൊരു പ്രത്യേക ഒരു മണമാണ്. അപ്പോൾ ഒരു പനിനീരും ജവാദിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലാണ്ട് വെറുതെ തുടച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളെല്ലാതും അകവും പുറവും ഒക്കെ ഒരു ഡോറിൻ്റെ കടലപ്പടിയും എല്ലാം നല്ലപോലെ തുടച്ചെടുക്കുക. അതിന് ശേഷം കടലപ്പടിയുടെ വാതിലിൻ്റെ മുകളിൽ മഞ്ഞളും
കുങ്കുമം തൊട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മഹാലക്ഷ്മിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലങ്ങനെ എല്ലാവരും ചെയ്ത് കണ്ടിട്ടില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതിനുശേഷം നമ്മൾ മാവിലത്തോരണമൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിയിടാം. അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ മാവിലത്തോരണം ഉണ്ടാക്കുന്ന വീഡിയോയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. പിന്നീട് നമ്മൾ ഇതുപോലെ വെള്ളത്തിലൊക്കെ വളർത്തുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വെള്ളമൊക്കെ നമ്മൾ ഈ ഒരു ക്ലീനിങ് ദിവസം, ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ആ ഒരു വെള്ളമൊക്കെ നമുക്ക് കളയാം. അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് എനർജിയുടെ ഒരു ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ ആ ഒരു ദിവസം കളഞ്ഞ് പുതിയ വെള്ളം വയ്ക്കാം. അപ്പോൾ എല്ലാ ഭാഗവും അടിച്ച് തുടച്ച് വൃത്തിയാക്കുക. നമ്മുടെ കട്ടിലിൻ്റെ അടിഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതും എല്ലാ സ്ഥലങ്ങളിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. അതുപോലെ തന്നെ മേശയും ഫ്രിഡ്ജൊക്കെ നമ്മൾ തുടച്ച് വൃത്തിയാക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള പടി ഉണ്ടല്ലോ, അതും തുടച്ച് നല്ലപോലെ തുടച്ച് വൃത്തിയാക്കുക. കാരണം ആ ഒരു വഴിയാണ് നമ്മളെ മഹാലക്ഷ്മി കടന്നു വരിക. അതുപോലെ തന്നെ ചെരുപ്പുകളൊന്നും അവിടെ വാരി വലിച്ച് ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ചെരുപ്പുകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി ഒതുക്കി വെക്കുക. ത്രിസന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് പടിയുടെ അവിടെ ചെരുപ്പുകളൊന്നും ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് പൂജാമുറിയൊക്കെ ഉള്ളവരാണെങ്കിൽ പൂജാമുറിയൊക്കെ ഒന്ന് ഈ ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പൂജാമുറിയൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കുക. പൂജാപാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ഫോട്ടോസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ഈ എല്ലാ ഭാഗവും അടിച്ച് തുടച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ എന്തെങ്കിലും തുവച്ച് കൊടുക്കാം. ഇതിപ്പോൾ ദശാങ്കമാണ്. ഞാൻ ഇന്ന് വീട് മൊത്തം ഒരു മണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പുകയ്ക്കുകയാണ്. പിന്നെ ഇതുപോലെ പൂക്കളൊക്കെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ദൃഷ്ടിദോഷം, അതായത് പുറത്തുനിന്ന് വല്ലവരൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ദൃഷ്ടിദോഷങ്ങളൊക്കെ ഒന്ന് മാറും. നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗിരണം ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾ വെള്ളി ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം ഇതുപോലെ പുകയ്ക്കുന്നതും വീട് മൊത്തം പുകയ്ക്കുന്നതും നമ്മുടെ നെഗറ്റീവ് എനർജിയൊക്കെ പോകാനായിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.